വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനും വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശരീരത്തെ ആദരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു വിശദീകരണമാണ് കൊടുത്തത്. കൊല്ലരുത് എന്ന് പറയുന്ന ആ ഭാഗത്തിലെ അവയവദാനത്തെക്കുറിച്ചാണ് ആ പോർഷനാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ശരീരത്തെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവയവം ദാനം ചെയ്യാം എന്ന് പറയുമ്പോൾ അത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. നിൻ്റെ ശരീരത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ നീ ബഹുമാനിക്കണം, അതിനെ പോഷിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണത് സെറ്റിലാവുന്നത്? അവയവദാനം ഈ അടുത്ത നാളിലെ കൂടുതൽ പ്രചാരം നേടിയ ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലെ. പണ്ട് നമ്മളെല്ലാം ഭയപ്പെടുമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നത് ഏറി വന്ന കണ്ണ് കൊടുക്കണ ഒരു കാര്യമാണ് ഞാൻ ഓർക്കണത്. അത് മരണശേഷം കണ്ണ് എഴുതി വയ്ക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നേത്രദാനം, മഹാദാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമൊക്കെ ഒപ്പിടിപ്പിച്ച് പക്ഷെ വളരെ കുറച്ച് പേരെ അത് എന്നാലും ചെയ്തിരുന്നുള്ളൂ. വളരെ അഭ്യസ്തവിധരായ ആളുകളും അതിന് തയ്യാറായിക്കൊണ്ടിരുന്നത് ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതിൽ എനിക്ക് തോന്നുന്നു നമ്മളെടുത്ത് ചിന്തിക്കുക, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരാളാണ് ഫാദർ ഡേവിസ് ചെർമൽ എന്ന് നമുക്ക് അത് പൊതുജനകീയമാക്കി തീർക്കാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നി കൊടുത്തു. അതിനുശേഷം ഒരു വലിയൊരു നെറ്റ്വർക്കിംഗ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ. അത് ഇവിടെ മാത്രമല്ല വേൾഡ് വൈഡ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ് ധാരാളം കുറച്ചുകൂടെയൊക്കെ ലഘുവാകാനും എളുപ്പമാകാനും അതിന് സാമ്പത്തികമായ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അതുപോലെ അതിനെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞാനും നമുക്ക് ഇടവന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ എടുത്തു വേണം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ചിറ്റിലപ്പള്ളി ഔസേപ്പ് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഗ്രൂപ്പ് വലിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അതിലുണ്ടായിരുന്നു. അത് ഉത്തരോത്തരം വളർന്നു വരിക തന്നെയാണ്. ബ്ലഡ് ഡൊണേഷനൊക്കെ ഇതുപോലെ പണ്ട് തുടങ്ങിയത് ഒക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഈ അവയവദാനം നൽകുന്നത് ഒരിക്കലും, അവയവദാനം ചെയ്യുന്നത് ഒരിക്കലും സഭ എതിർക്കുന്നില്ല വാസ്തവത്തിൽ. കാരണം അവയവദാനം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ജീവനെ പരിരക്ഷിക്കാൻ തന്നെയാണ്. എൻ്റെ ഈ അവയവം കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ജീവന് പ്രത്യേകമായ നാശനഷ്ടമൊന്നും അതിൻ്റെ പേരിൽ ജീവനെ അപകടപ്പെടുത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേറൊരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ ആ വ്യക്തിക്ക് എനിക്കുള്ള ഒരു അവയവം പങ്കുവെച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് വാസ്തവത്തിൽ. അത് ജീവൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ, നമ്മുടെ സഹാനുഭൂതിയുടെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ആ സഹാനുഭൂതി എന്ന് പറയുന്ന ലക്ഷ്യമാണ് വാസ്തവത്തിൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അവയവങ്ങൾ പരസ്പരം ദാനം ചെയ്യാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് വളരെ കൂടി വരുന്ന ഉള്ളൊരു കാര്യം. അപ്പോൾ ഒത്തിരി വൈദികരും സന്യാസിനികളും ആളുകളും ഇന്ന് ഇത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അതുപോലെ എല്ലാ മതങ്ങളൊന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ആളുകൾ ഇത് ചെയ്യുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് വാസ്തവത്തിൽ ഈ സഹാനുഭൂതിയാണ്. അത് വളരെ നല്ല കാര്യമാണ്. അവയവദാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷെ അതിന് ചില കണ്ടീഷൻസൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഒരു അവയവം ദാനം ചെയ്തതുകൊണ്ട് അത് വളരെ പരിരക്ഷിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ വ്യവസ്ഥിതി ഇത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. പിന്നെ അതൊരു വലിയ കടമയല്ല. ഇപ്പോൾ വലിയ എമൗണ്ടുകൾ വരും ഒരു പക്ഷേ ഇതൊക്കെ ചെയ്തു തീർക്കാൻ. അതിനുള്ള സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അത് ജീവൻ്റെ പരിരക്ഷയ്ക്ക് എതിരാണ്, ഞാൻ സ്വയം കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ അനുപാതം അവർ നോക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്ന എഫർട്ടും അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഈ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ഫലവും തമ്മിലൊരു ബന്ധം വേണം. അതിനൊരു ആനുപാതികമായിട്ടുള്ള നന്മ ഉണ്ടാകണം.
ഈ അടുത്ത് തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾ അതിൽ അവർ പറയുണ്ടായി, കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ പറഞ്ഞു ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, കുഴപ്പമില്ല, പക്ഷേ അതിനൊരു കാലാവധി ഒരു 3 വർഷം ഞാൻ കാണുന്നുള്ളൂ. കാരണം ഈ മറ്റേ കിഡ്നിക്ക് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അവർ പിന്നെ അതിൽ നിന്ന് പിന്മാറി. പിന്നെ ഒരു ബിസിനസ് പോലെ നടത്തണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നടത്താം. പക്ഷേ ആ ഡോക്ടറുടെ സത്യസന്ധത കൊണ്ട് ഇവരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പൈസയുള്ളവരാണ്, ആ പൈസ ഒരു കിഡ്നിക്ക് എടുക്കണം, 3 കൊല്ലം കഴിയുമ്പോൾ അവർ വേറെ നോക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ആ ഡോക്ടർ പോയില്ല. പക്ഷേ ഈ രംഗത്ത് വളരെ ശ്രദ്ധ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ബിസിനസ് ഇതിൽ നടക്കുന്നുണ്ട്. അത് 2 തരത്തിലുണ്ടല്ലോ. ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത്. പിന്നെ മരിച്ചതിന് ശേഷം വേറെയും കുറേ മരിച്ചതിന് ശേഷം ദാനം ചെയ്യുന്നത് നമ്മളെ ഈ ജീവിച്ചിരിക്കുന്ന ആളുടെ ജീവനെ അധികം അപകടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. മരിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ചില ആളുകൾ നമ്മളാണ് അപകടത്തിൽപ്പെട്ട് മരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുന്നത് തെറ്റാണ്. പക്ഷേ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളിൽ തന്നെ പല അവയവങ്ങൾ പല ആളുകൾക്ക് ലഭിക്കുന്ന, പക്ഷേ ഇതൊരു ബിസിനസ് ആകാനും സാധ്യതയുണ്ട്. അവയവദാനം ഒരു ബിസിനസ്സായി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേരിലെ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അതിനെ എതിരെ ഒരുപാട് നിയമ സുരക്ഷ ലഭിക്കാനായിട്ടുള്ള വകുപ്പുകളൊക്കെ ഇന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവയവദാനം നമ്മൾ. അതോടൊപ്പം ഒന്നുകൂടി പ്രേക്ഷകരോട് വിശദീകരിക്കാൻ, അതായത് നമ്മൾ കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ചിട്ട് ഈ സെക്ഷൽ ഓർഗൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്പേം ഡൊണേഷൻ അല്ലെങ്കിൽ വാടകയ്ക്ക് ഗർഭപാത്രം ഇതൊന്നും സഭ അനുവദിക്കുന്നു. അത് സഭ അനുവദിക്കുന്നില്ല. അത് ശരിയാണ്. റീപ്രൊഡക്റ്റീവ് അങ്ങനെയുള്ള ഓർഗൻസ് അങ്ങനെ ചെയ്യുന്നത് ദാനമാണ് എന്നുള്ള അത് കാരണം അത് ജീവന്റെ ഈ പരിരക്ഷയും ജീവന്റെ മൂല്യത്തോടുള്ള നമ്മുടെ ബഹുമാനത്തെയും ഇകഴ്ത്തി കാണിക്കുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അനുവദിക്കാത്തത്. അടുത്തതായിട്ടുള്ളത് മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരാളോട് നമ്മുടെ മനോഭാവം, അദ്ദേഹത്തിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ശരിക്ക് കൊല്ലരുത് എന്ന് പറയുന്ന പ്രമാണത്തിൽ ഈ മരണാസന്നനാകുന്ന ആളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലും ഒരുപക്ഷെ ഈ ആളെ കൊല്ലാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പെരുമാറാം. അദ്ദേഹത്തിന് ബോധമില്ലെങ്കിലും ഒക്കെ എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സാർവത്രിക മതബോധന ഗ്രന്ഥം ഇത് അതിനോട് ചേർത്ത് ഈ മരണാസന്നനോട് ഒരു ക്രൈസ്തവൻ പാലിക്കേണ്ട മനോഭാവം എന്താണ്, എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മരണാസന്നനായ ഒരാൾക്ക് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവൻ്റെ സാമ്പത്തികമായ പരിധിയിൽ ഉൾപ്പെടാത്ത രീതിയിലുള്ള വലിയ ചെലവുകൾ ചെയ്ത് അവൻ്റെ ജീവൻ പരിരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവനില്ല എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ബ്രെയിൻ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി മനുഷ്യൻ മരിച്ചെന്നും അതുകൊണ്ട് പിന്നീട് ആർട്ടിഫിഷ്യലായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ശ്വാസം നിലനിർത്തേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു പക്ഷേ കൂടുതൽ പറയാവുന്നത് നമ്മുടെ വീടുകളിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് മരിക്കാറായ ആളുകളെ ആസ്പത്രികളിൽ വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ടിട്ട് മരിക്കാൻ അനുവദിക്കുന്ന ഒരു രീതി. അത് ഈ സാർവത്രിക മതബോധനം പറയുന്നത് വാസ്തവത്തിൽ അതിനേക്കാൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഈ ഒരു രോഗി ആ രോഗിയുടെ വീട്ടിൽ തന്നെ കിടന്ന് ആളുടെ ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം മരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ മരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് സാർവത്രിക മതബോധനത്തിന്റെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മരിച്ചിരുന്നത് പോലെ മരിക്കാൻ അനുവദിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടേഴ്സും അങ്ങനെ പല ആശുപത്രികളും അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യനെ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ആശുപത്രികളിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, പാലിയേറ്റീവ് കെയറേ ചെയ്യാനുള്ളൂ, നിങ്ങളിവിടെ ആശുപത്രിയിലിട്ട് വീണ്ടും നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തതാണ്, അപ്പോൾ ഇനിയും വയറ് തുറന്ന് അല്ലെങ്കിൽ വേറൊരു വലിയൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തി വീണ്ടും വെന്റിലേറ്ററിലിട്ടിട്ട് ഈ പാവത്തിനെ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിട്ട് ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സിന് വേണമെങ്കിൽ വിട്ടുതരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പറയുന്ന ഡോക്ടേഴ്സ് കുറച്ചുള്ളൂ. അങ്ങനെ എൻ്റെ ബ്രദർ തന്നെ അങ്ങനെ ബാംഗ്ലൂർ വന്നപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ ഓർക്കണു അവർ പറഞ്ഞു 2 പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്, ഇനി അങ്ങനെ ചെയ്യണ്ട, അദ്ദേഹം പീസ്ഫുള്ളായിട്ട് വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത് അവർ പിന്നെ ഒരു നേഴ്സിന് വിട്ടു തന്നു. പക്ഷേ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലേ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും ആളെ ഹോസ്പിറ്റലിൽ ICUയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലേ
പിന്നെ നമ്മൾ ഫ്രീ ആയി. നമ്മൾ ഫ്രീ ആയി. അത് തെറ്റാണെന്നാണ് തെറ്റാണെന്നാണ്. അതായത് അവിടെയും നമ്മൾ ആ മനുഷ്യനെ ഒരു മനുഷ്യത്വത്തോടു കൂടെ മരിക്കാൻ ഞാൻ ഓർക്കുന്നത്, നമ്മുടെ പണ്ടത്തെ സാറ് പറഞ്ഞല്ലോ, പണ്ടത്തെ നമ്മുടെ കാരണന്മാരൊക്കെ മരിച്ചിരുന്നത് വീട്ടുകാരെ ഇങ്ങനെ ചെവിട്ടോർമ്മ എല്ലാവരും കൂടി ചെവിട്ടോർമ്മ ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരാളെ ഒരുക്കണം, മരിക്കാൻ പോകുന്ന ഒരാളെ ഒരുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ ആത്മീയമായ പഠനങ്ങളുണ്ട്. ഞങ്ങളെ സെമിനാരിയിൽ പണ്ട് പഠിപ്പിച്ചിരുന്ന വളരെ ദീർഘനാൾ അവിടെ ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു മനഃശാസ്ത്രജ്ഞനും കൂടിയായ അച്ഛനാണ് ഈ വിൻസെൻഷ്യൻ സഭയിൽ തന്നെ പെട്ട ജോർജ് മണലേൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ. ഇപ്പോൾ അച്ഛൻ പച്ചാളത്ത് അവിടെ ഒരു ഹൗസിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങൾ പഠിപ്പിച്ച അച്ഛൻ്റെ ഒരു മനോഹരമായ ഒരു ഗ്രന്ഥം ഉണ്ട്, മനഃശാസ്ത്രം അജപാലന രംഗത്ത് എന്ന് പറഞ്ഞിട്ട്. അത് 83 അച്ഛൻ ഇറക്കിയതാണ്. ഇപ്പോൾ അതിന് പല പതിപ്പുകളും ഒന്ന് SH ചെയ്തതാണ്. ഇപ്പോഴും അതിൻ്റെ കോപ്പി തീർന്ന് അടിക്കണം എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് പല ഏജിലുള്ള ആളുകളെ എങ്ങനെ അജപാലന രംഗത്ത് സഹായിക്കണമെന്ന് മനഃശാസ്ത്രപരമായിട്ട് അച്ഛൻ വളരെ അതോടൊപ്പം ഒരു ആത്മീയ ചിന്തയോടുകൂടെ ധാർമ്മിക ചിന്തയോടുകൂടെ അച്ഛൻ അത് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു പഠനം, ഈ എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് 200ഓളം രോഗികളിൽ നടത്തിയ, മരണാസന്നരായ ഏതാണ്ട് അങ്ങനെയുള്ള ആളുകളെ രോഗികളിൽ നടത്തിയ ഒരു വലിയ സർവേയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അനാലിസിസിൽ നിന്ന് രൂപപ്പെടുത്തിയ ചില ചിന്തകൾ 1969 ചെയ്തതാണ്. പക്ഷേ അത് ഇന്നും വളരെ അർത്ഥവത്തായിട്ട് അച്ഛൻ പറയുന്നു. അതിൽ പറയുന്ന സാധാരണ ഒരു മരണം വരുമ്പോൾ ഒരാളിൽ ആദ്യം സംഭവിക്കുന്നത് നിഷേധമാണ്. ഒരാൾ പറയാണ് അച്ഛന് ക്യാൻസറുണ്ട് എന്ന് ഡോക്ടർ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഈശ്വര അത് നടക്കൂല. കാരണം നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, 60 ആയിട്ടുള്ളൂ, ഇനിയും കാലം കെടുക്കുമല്ലേ, അപ്പോൾ ക്യാൻസർ എനിക്കോ ഒന്നുകൂടി നോക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളത് നിഷേധിക്കുകയാണ്. ഇനി അത് സർട്ടിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ അത് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇനി അത് ഉറപ്പാണ് 3rd സ്റ്റേജായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആ രോഗിയിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ഒറ്റപ്പെടൽ പോലും ഉണ്ട്. അതായത് ഞാനിനി ലോകത്തില്ല, ഞാൻ പിന്നെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നാൻ സാധ്യതയുണ്ട് എനിക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലോകം ഞാനെന്ത്. അപ്പോൾ ഒരു നിഷേധത്തിൻ്റെ രീതിയിലായിരിക്കും ഒരു പക്ഷേ ആളുകൾ ആദ്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് വളരെയധികം ശ്രദ്ധ ഈ വീട്ടിലുള്ള ആളുകൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ പ്രത്യാശ നശിച്ചിട്ടില്ല, എല്ലാ വഴികളും അടഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഒരു എത്രയോ പേര് ഇതൊക്കെ കഴിഞ്ഞിട്ടും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പ്രത്യാശ കൊടുക്കുന്ന രീതിയിൽ എല്ലാ വഴികളും അടഞ്ഞിട്ടില്ല എന്നുള്ള, ഈ മഴയും തോരും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഇത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ നിഷേധം ആണ് ആദ്യത്തെ റിയാക്ഷൻ. രണ്ടാമതായിട്ടുണ്ടാകുന്നത് ആ നിഷേധവും ഒറ്റപ്പെടലും കഴിഞ്ഞ് ഒരു വഴം അരിശത്തിലേക്ക്, ഒരു കോപത്തിലേക്ക്, ക്രോധത്തിലേക്ക്, നീരസത്തിലേക്ക് ആളുകൾ കടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് വരുമ്പോൾ അവിടെ വരുന്ന ഡോക്ടറോട്, ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരോടൊക്കെ കൂടുതൽ, കാരണം അവരെയാണല്ലോ എപ്പോഴും ഈ രോഗിയുടെ അടുത്ത് ചെല്ലുന്നത്, വളരെ മോശമായിട്ട് പെരുമാറാനുള്ള അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ ചിലപ്പോൾ സന്ദർശകരെ സ്വീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില വഴികളിലൂടെ, ചില സ്റ്റേജസിലൂടെ ഒരു മനുഷ്യവ്യക്തി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ആ രോഗിയെ അനുഗമിക്കുന്ന, സഹഗമിക്കുന്ന ആളുകൾക്ക് വളരെ ക്രൈസ്തവപരമായ ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അതുപോലെ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി മരിക്കുകയാണ്. അപ്പോൾ ഒരു ആന്തരിക സംഘർഷത്തിലേക്ക് അവർ വരും. നിവൃത്തിയില്ല, ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, പക്ഷേ പറ്റണമില്ല. അപ്പോൾ അവർ ദൈവമായിട്ട് ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്യും. ഒരു ഇന്ന കാര്യം കൂടി ഒന്ന് ചെയ്തിട്ട് ഞാൻ മരിച്ചോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പുസ്തകം കൂടി ഒന്ന് ഇറക്കിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുകൂടി ഒന്ന് എഴുതി തീർത്തോട്ടെ, അല്ലെങ്കിൽ ഈ പടം ഒന്ന് തീർന്നോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അതും കഴിഞ്ഞിട്ടും നടക്കണില്ല എന്ന് കാണുമ്പോഴാണ് മാനസിക തകർച്ചയിലേക്ക് മനുഷ്യൻ, നഷ്ടബോധത്തിലേക്ക് പരിപൂർണമായിട്ട് വീണ് കഴിയും. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ അംഗീകാരത്തിലേക്ക് വരുന്നത്. ആ രോഗി അവസാനം മരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നിഷേധം, ഒറ്റപ്പെടൽ, ക്രോധം, അത് കഴിഞ്ഞ് ഒരു ആന്തരിക സംഘർഷം, പിന്നീട് ഒരു മാനസിക തകർച്ച, നഷ്ടബോധം, പിന്നീടാണ് ഈ അംഗീകാരത്തിലേക്ക് തന്നെ വരുന്നത്. ഈ അംഗീകാരത്തിലേക്ക് വരാനൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ മനസ്സിൻ്റെ ഉപബോധ മനസ്സൊക്കെ അത് സ്വീകരിച്ച് കഴിയുമ്പോൾ പിന്നെ രോഗി പലപ്പോഴും കണ്ണടച്ച്
ഇങ്ങനെ കിടക്കുകയുള്ളൂ. അതൊരു നിഷേധാത്മകമായ കിടപ്പല്ല. ഒന്നാമത് അങ്ങനെയുള്ള ബോഡി ആ രീതിയിലേക്ക് കുറേശ്ശെ മാറി തുടങ്ങും. കൂടുതൽ ഉറക്കം, അവർക്ക് ക്ഷീണം, കാരണം പക്ഷേ ശരിക്കും ഉറങ്ങുന്നുണ്ടാവില്ല, അവരങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ആളുകൾ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതും കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരവസാനം ചുറ്റുപാടുള്ള ആളുകളൊക്കെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മളങ്ങനെയാണ്, നമ്മളെ അനുഭവത്തിലൂടെ കടന്നു പോകാത്തതുകൊണ്ടും. എൻ്റെ ഫാദറിൻ്റെ അനുഭവമൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ അനുഭവം, ജ്യേഷ്ഠൻ്റെ മകൻ ബാംഗ്ലൂർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവനിങ്ങിൽ രാത്രി എല്ലാം പറഞ്ഞു ആളിങ്ങനെ മരിക്കുക എന്നൊക്കെ ആൾക്കറിയാം. അത് കൃത്യം പുലർച്ചെ 5 മണിയാകുമ്പോഴേക്കും പിന്നെ ആൾ മരിച്ചു. അപ്പോൾ അത് വളരെ ആക്സിഡൻറ്റ്. അപ്പനൊക്കെ ആണെങ്കിൽ എൻ്റെ ഫാദർ ചേട്ടനെ ഇങ്ങനെ കൈമ മുറുക്കി പിടിച്ചു, അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ കാണിച്ചെന്നാണ് പറയണേ. അപ്പോൾ ചേട്ടനെല്ലാം മനസ്സിലായി, അമ്മേനെ നോക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും പോലും, എന്നിട്ട് അവസാനം കൈമ ഇങ്ങനെ മുറുക്കി പിടിച്ച് പിന്നെ മെല്ലെ മരിച്ചു പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് പല ആളുകളും മരിക്കുന്നത്. അത്രയും എന്താ പറയുക, ഒരുങ്ങി ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് അത് മരിച്ചവർ. പിന്നെ ശ്വാസം പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ കയ്യെ വിട്ട് ആള് മരിച്ചു പോകുന്നു. നാച്ചുറൽ ഡെത്ത് കോമൺ ആയിരുന്നു അങ്ങനെ. അപ്പോൾ ആ നേരത്ത് വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആ രോഗിയുടെ ചുറ്റുപാടുള്ള എല്ലാവരും അവിടെയുണ്ട്, അയാൾ ജീവിച്ച റൂം അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു കുടുംബപരമായ ആ ഫീലിങ്ങോടുകൂടെ, ഹോം ഫീലിങ്ങോടുകൂടെ തന്നെ ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കും. നമ്മുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും യേശു വാസ്തവത്തിൽ മരണത്തോട് മല്ലിടുകയല്ല ചെയ്തത്, ഫൈറ്റ് ചെയ്യുകയല്ല ചെയ്തത്. യേശു അത് സ്വതന്ത്രമായി ഏറ്റെടുത്തത് കൊണ്ടായിരിക്കണം അവസാനം എല്ലാം പൂർത്തിയായി എന്ന് കുരിശിൽ പറയാൻ സാധിച്ചത്. കാരണം അതിനു മുമ്പ് ഒരു വളരെ സ്ട്രഗിളിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കടന്നു പോകുന്നുണ്ട്. ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, അത് ഈ ആന്തരിക സംഘർഷത്തിന്റെ ആ സ്റ്റേജിലൂടെ യേശുവും കടന്നുപോയി. അതിനുശേഷമാണ് ആള് അംഗീകാരത്തിന്റെ ഒരു തലത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഈ മതഗ്രന്ഥം പറയുന്ന മൃതദേഹത്തോട് കാണിക്കേണ്ട ആദരവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമ്മൾ മൃതദേഹം അടക്കം ചെയ്യുന്ന സംസ്കാരത്തെക്കുറിച്ചാണ്. കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ കത്തിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അത് കനലിലെ ഒരു പ്രൊഫഷൻ ഉൾപ്പെടെ ഉണ്ട് തന്നെ. നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ മൃതദേഹത്തോട് കാണിക്കുന്ന ആദരവിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാം. ഒരു രോഗി മരിച്ചു കഴിഞ്ഞാലും ആൾ മരിച്ചു, ശരിയാണ്, അത് മൃതശരീരമാണ് എങ്കിലും ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ് ആ മൃതശരീരത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. അത് ഇന്ന് നമ്മൾ പല വലിയ സംസ്കാര ചടങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, അറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ, അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വളരെ മനോഹരമായിട്ട് തന്നെ അവരെ ഒരുക്കുന്നുണ്ട്. പൂക്കൊണ്ട്, വളരെ വില കൂടിയ പൂക്കൾ കൊണ്ട് നിറയെ അലങ്കരിച്ചൊക്കെ പോകുന്ന, അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വിട്ടുപോവാണ്, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ സ്നേഹമുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം. എന്നാൽ വേറെ ചില അവസരങ്ങളിൽ ഒരുപക്ഷെ അത്ര നല്ല ബഹുമാന്യമായ രീതിയിൽ അല്ല ഈ മൃതദേഹത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വരും. പക്ഷേ അതുകൊണ്ട് നമ്മൾ അടക്കുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡ് കാലഘട്ടത്തിൽ പലരെയും ക്രിമേഷൻ നമ്മൾ അനുവദിച്ചായിരുന്നു. കാരണം നമ്മൾ ഉയർക്കുമ്പോൾ അന്ത്യവിധി ദിനത്തിൽ ആത്മാവിനോടൊപ്പം ശരീരവും ഉയർക്കുന്നു. ഈ ശരീരമല്ല നമ്മുടെ മണ്ണിൽ ഇപ്പോൾ അലിഞ്ഞിപ്പോൾ പോയെന്ന ഈ ശരീരം അങ്ങനെ തിരിച്ച് അതുപോലെ വരില്ല. അതൊരു സ്വർഗീയമായ ഒരു ശരീരമായിരിക്കും, ട്രാൻസ്ഫോംഡ് ബോഡിയാണ്. പക്ഷേ എങ്കിലും ആ ശരീരത്തിൻ്റെ ഉയർപ്പിലും കൂടി വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആ ശരീരത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ഈ ശരീരമല്ല അതെങ്കിൽ തന്നെ മറ്റ് സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെടാനുള്ള ഈ ശരീരത്തിനോട് കൊടുക്കുന്ന ബഹുമാനം ആ ഉയർപ്പിലുള്ള വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പൊതുവേ ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ ക്രിമേഷൻ അനുവദിക്കുന്നില്ല, പൊതുവേ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിത സാഹചര്യങ്ങൾ മാറുകയും ലോകത്തിൽ അങ്ങനെയുള്ള സെമിട്രീസൊക്കെ കുറഞ്ഞു വരികയും ഒക്കെ ചെയ്തു കഴിയും. രോഗങ്ങളുള്ള അവസരങ്ങളിൽ പൊതുജനാരോഗ്യത്തെ പ്രതി ഒക്കെ ഇങ്ങനെയുള്ള ക്രിമേഷൻ അത് ചെയ്യുന്നതിൽ സഭ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ശരീരത്തിൻ്റെ ഉയർപ്പിലും കൂടി സഭ വിശ്വസിക്കുന്നു എന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ വിശ്വസിക്കണം എന്ന് മാത്രമാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.
കൊല്ലരുത് എന്നുള്ളതിൻ്റെ വിശദീകരണം ഇതോടുകൂടി തീരുന്നില്ല. അവയവദാനത്തെക്കുറിച്ച് നമ്മൾ അച്ഛൻ വിശദീകരിച്ചു. മൃതദേഹത്തുള്ള ആദരവ് എല്ലാം പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്തതിന് നന്ദി പറയുന്നു. താങ്ക് യു. കൊല്ലരുത് എന്ന് പറയുന്ന പ്രമാണത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അവയവദാനം, മനുഷ്യജീവനെ ആദരിക്കുമ്പോൾ പോലും അപരനെ എൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന, ജീവിച്ചിരിക്കുമ്പോൾ നടത്തുന്ന അവയവദാനത്തെക്കുറിച്ചും മരിച്ചതിന് ശേഷം ബന്ധുക്കൾ നടത്തുന്ന അവയവദാനങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ വിശദീകരിച്ചു. അതുപോലെ മൃതദേഹത്തോട് ചെയ്യുന്ന ആദരവ് എല്ലാം കൊല്ലരുത് എന്നുള്ള ഭാഗത്തിലാണ് ഈ വേദഗ്രന്ഥത്തിൽ, സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ എപ്പിസോഡ് ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.